ഹലോ കൂട്ടുകാരെ, എൻ്റെ ചാനലിലെ ആദ്യത്തെ ലോങ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എൻ്റെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കുറച്ച് പാചക വിശേഷങ്ങളൊക്കെ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ കൂടെ ഉണ്ടാവണം എല്ലാവരും. ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പോരായ്മകൾ ഈ വീഡിയോയ്ക്ക് ഉണ്ടാവും. പിന്നെ തലേ ദിവസം മഴ പെയ്തതുകൊണ്ട് തന്നെ രാവിലെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അടുക്കളയിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. നല്ല മഴയായിരുന്നു ഇത്രയും കാലം. കൊല്ലത്തെ ചൂടൊക്കെ എല്ലാവർക്കും അറിയാം. നല്ല പുനലൂരാണ് ഞങ്ങൾ താമസിക്കുന്നത്. അവിടെയൊക്കെ നല്ല ചൂടായിരുന്നു. ഇപ്പം മഴയൊക്കെ പെയ്ത് എന്നപ്പം എല്ലാം ഒന്ന് പച്ചപ്പൊക്കെ ആയി ഒരു തണുപ്പൊക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചതിന് ശേഷം അടുക്കളയിൽ വന്ന് തീയൊക്കെ കത്തിച്ചത്. അടുക്കളയിൽ കയറിയാൽ ആദ്യത്തെ ജോലി ചോറിന് വെള്ളം വെക്കുക എന്നുള്ളതാണ്. ചോറിനൊക്കെ വെള്ളം വെച്ച് തീയൊക്കെ പിടിപ്പിച്ച് നല്ല വെള്ളമൊക്കെ വെച്ചിട്ട് അടുത്ത ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ചപ്പാത്തിയാണ്. അതിന് ചപ്പാത്തി ഞാൻ നേരത്തെ കുഴച്ച് വെച്ചിരുന്നു. ചപ്പാത്തിയൊക്കെ നല്ലപോലെ കുഴച്ച് അത് ഉരുളയാക്കി വെച്ചതിന് ശേഷം ഇത് പരത്തിയെടുക്കുന്നത് അത്ര പെർഫെക്ഷനായിട്ടൊന്നുമല്ല. എൻ്റെ രീതിയിൽ ഞാൻ അത് പരത്തിയെടുത്ത് അത് ചുട്ടെടുത്ത് രാവിലെ കുഞ്ഞുങ്ങൾക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തതിന് ശേഷം ഞാനും കഴിച്ചു. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് കിട്ടിയിട്ടുള്ളത് മീൻ, അയിലയും മാന്തളും കക്കയാണ്. ഇതൊക്കെ തന്നെയാണോ എല്ലാ നാട്ടിലും പറയുക എന്ന് എനിക്കറിയത്തില്ല. ഞാനിതാണ് പറയുന്നത്. പിന്നെ കുറച്ച് മാമ്പഴ പുളിശ്ശേരി ഒന്ന് വെക്കാമെന്ന് വിചാരിച്ച്. കുറച്ച് പഴുത്ത മാങ്ങ ഉണ്ടായിരുന്നു. എൻ്റെ സ്റ്റൈലിലൊരു മാമ്പഴ പുളിശ്ശേരി. ഇങ്ങനെ തന്നെയാണോ മാമ്പഴ പുളിശ്ശേരി എല്ലാവരും വെക്കുന്നത് അറിയില്ല. ഞാൻ എൻ്റെ രീതിയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ഇട്ട് പിന്നെ കുറച്ച് ഉപ്പും ഇച്ചിരി വെള്ളവും ഇച്ചിരി ശർക്കര ഇട്ട് നല്ലപോലെ വേവിച്ചെടുത്ത്. ശർക്കര ഇച്ചിരി ഇട്ടാൽ മതിയായിരുന്നു. നല്ല പിന്നെ പഴുത്ത മാങ്ങയായിരുന്നു. അങ്ങനെ അത് അടുപ്പിൽ വെച്ച് വേവിച്ചെടുത്തിട്ടതിന് ശേഷം തേങ്ങയും ജീരകവും ഇച്ചിരി പച്ചമുളകൊക്കെ ഇട്ട് അരച്ച് അരപ്പയിലൊഴിച്ച് കടുക് വറുത്ത് അത് സെറ്റാക്കി. അതിൻ്റെ ഇടയിൽ അയില മീൻ കറി വെച്ചിരുന്നു. അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ മോൻ കുറച്ച് ജ്യൂസൊക്കെ അതിനിടയിൽ അടിച്ചു തന്ന് അതൊക്കെ കുടിച്ച്. പിന്നെ കുറച്ച് മാന്തൾ. എൻ്റെ നാട് മലപ്പുറത്താണ്. അവിടെയൊക്കെ മാന്തൾ എന്നാണ് പറയുക. ഈ നാട്ടിൽ കൊല്ലത്ത് കണ്ണില്ല മങ്ക എന്നറിയും. അത് പൊരിക്കാൻ എടുത്ത് വെച്ച് പിന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ ഒരു തോരനുമാക്കി. കൂന്തളല്ല, കക്ക ഇറച്ചി കുറച്ച് റോസ്റ്റ് ചെയ്ത് മാന്തൾ പൊരിച്ച്. അങ്ങനെയെല്ലാം ഉച്ചയ്ക്കുള്ള എല്ലാ വിഭവങ്ങളും സെറ്റായി. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോ ആയിട്ട് ഇനി നമുക്ക് കാണാം. താങ്ക് യു.